കനകാമ്പര, എന്താ സാർ? ഈ സുഗുണനെ വെച്ചൊരു കളി കളിച്ചാലോ? എന്ത് കളി സാറേ? അതായത് ആ മൃഗമില്ലേ, ഇത്രയുള്ളൊരു മുറി നിക്കർ ഇട്ടിട്ട് റോഡിൽ ഇറങ്ങി നടക്കണേ, അത് ചോദിക്കാൻ ചെന്ന പവിത്രനെ അയാൾ വരട്ടി വിട്ടു. അവനെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? അതുകൊണ്ട് ഈ സുഗുണൻ കാരണമാണല്ലോ തഹസിൽദാർ അവിടെ നിന്ന് വീട് മാറി പോയത്. അപ്പം അവൻ വിചാരിച്ചാൽ ഈ മൃഗത്തിനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റില്ലേ? താനാണോ മൃഗ ഡോക്ടർ? അതെ. അതെയാ? ഡോക്ടർക്ക് എന്താടാ വീട്ടിൽ കാര്യം? താനെന്താണോ ആശുപത്രി പോകാത്തത്? താൻ ആരാ? ഞാനെങ്കിലും ആയിക്കോട്ടെ, തന്റെ അടുത്ത് രണ്ടൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ തനിക്ക് മാന്യം മര്യാദയായിട്ട് ജീവിച്ചോളൂ. എന്താ ജയകൃഷ്ണ? കർത്താവ്. അപ്പൊ ഇതാണല്ലോ ഡോക്ടർ ഭാര്യ. എന്റെ പെങ്ങളെ, നിങ്ങൾക്കെങ്കിലും ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനെ അടുത്ത് അന്തസ്സായിട്ട് ജീവിക്കാൻ പറയണം കേട്ടാ. താൻ ആരാ? തനിക്ക് എന്താ വേണ്ടേ? അത് വിട്, ഞാൻ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്ന ആള് തന്നെ. എടാ, താൻ രാവിലെ കൊച്ചു നിക്കറിട്ടുകൊണ്ട് ഇവിടെ തെക്ക് വടക്ക് നടക്കണ കണ്ട്. എടാ, തനക്ക് അന്തസ്സായിട്ട് വരെ ഡ്രസ് ഇട്ടോണ്ട് നടന്നുകൂടാടാ? ഓ, അപ്പൊ അതാണല്ലേ പ്രശ്നം. ഓ, അത് എന്നെ പരിപാടിയൊന്നും ഈ സുഗുണ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നടക്കൂല. ഇനി നിക്കറ് പരിപാടി ഇട്ടെങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാടിച്ചിന്റെ കുറഞ്ഞക്കുട്ടി ഞാൻ ഞെരിച്ചു കളയും. ഡോക്ടറെ, ആരാ ഇത്? എനിക്കറിയില്ല. ഈ നാട്ടുകാരനാണെന്നാ പറയുന്നത്. ഞാൻ ഇയാൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, നിങ്ങളെ കണ്ടാലേ ബാക്കിയുള്ളവർക്ക് ഇവിടെ അങ്ങ് താമസിക്കാൻ പറ്റുള്ളായിരിക്കും. പെങ്ങളെ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ അവിടെ നിന്ന് ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടണം. അപ്പൊ ഡോക്ടറെ കാര്യങ്ങൾ മനസ്സിലായല്ല? ഇനി ഈ സുഗുണനെ ഇങ്ങോട്ട് വരുത്തിയ അത് നിങ്ങളുടെ കഷ്ടകാലം. പേട്ടതല്ല മാറ്റി. പെങ്ങളെ, പെങ്ങളും കൂടെ കേൾക്കാനാണ് പറയണത്. ഇങ്ങനെങ്ങാണ് നിക്കറിട്ടോണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാ നിങ്ങളും വാങ്ങിക്കും വാടി. അയ്യോ അമ്മച്ചേ, അയ്യോ അയ്യോ സാർ, സുഗുണനാണ് സാറേ. മനസ്സിലായി. എന്റെ സത്യേട്ടാ, അതൊന്ന് കാണണ്ട പൂരമായിരുന്നു. അടിയെന്ന് പറഞ്ഞ ഇമാതിരി അടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവൻ നല്ല വെള്ളമായിരുന്നു. ഡോക്ടറോട് എന്തൊക്കെയോ പറഞ്ഞു. ബഹളം കേട്ട് ഞാൻ ചോദിക്കാൻ നിന്നപ്പോ എന്നോട് വഴക്കിന് വന്നു. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടാൻ പോകുന്നത്? അത് കൊള്ളാം. അയൽവക്കത്തൊരു ബഹളം കേട്ടാ നമ്മൾ ചോദിക്കാൻ ചെല്ലണ്ടതല്ലേ? ഒന്നും അല്ലെങ്കിലും ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പർ അല്ലേ. പഞ്ചായത്ത് മെമ്പറുടെ പണി അടിപിടി തീർക്കലൊന്നുമില്ല. അതിനൊക്കെ ഇവിടെ പോലീസില്ലേ? ആ, പോലീസിനെ വിളിക്കാന്ന് ഞാൻ കരുതിയതാ. അതിനു മുമ്പ് ഡോക്ടർ അവിടെ തുടങ്ങിയില്ലേ? സത്യം പറയട്ടെ സത്യേട്ടാ, നിങ്ങൾ പോലീസുകാർ തോറ്റുപോകുന്ന പെർഫോമൻസ് ആയിരുന്നു ഡോക്ടർ ഇത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ ചെറുക്കൻ ഒരാളോടും വഴക്കിന് പോകില്ല. അമ്മാതിരി അടിയല്ലേ ഡോക്ടർ ഇത് കിട്ടിയത്. മതി, നീ കുറെ നേരം ആയില്ല അയാളുടെ കേമത്രം പറയാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല ആർച്ചേ. സത്യേട്ടാ, ഡോക്ടർ രാവിലെ എക്സസൈസ് ചെയ്യുന്നതിനെ പറ്റി സത്യേട്ടൻ എന്തൊക്കെ കുറ്റങ്ങളാ പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ല എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം. എന്തൊരു മുടിഞ്ഞ ആരോഗ്യ ഡോക്ടർക്ക്. സത്യേട്ടൻ നാളെ മുതൽ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാ. ഡോക്ടറെ പോലെയാണോ സത്യേട്ടൻ? സത്യേട്ടൻ ഒരു പോലീസുകാരനല്ലേ? എവിടുന്നാ എപ്പോഴാ അടി കിട്ടുന്നതെന്ന് ആർക്കറിയാം. ഈ പൊണ്ണത്തടിയും വെച്ചോണ്ടിരുന്നാലേ കിട്ട് തടിയും വാങ്ങിച്ച് വീട്ടിൽ വന്നിരിക്കേണ്ടി വരും. മതി, ഇനി ഭർത്താവിനോട് വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ.